അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ നോക്കൂ, ആ, നമ്മുടെ സുഭാഷ് ബാബു സാറ് എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, അതായത് സ്പെസിമെൻ, ഈ ഹാൻഡ് റൈറ്റിംഗ് അതുപോലും 3 ദിവസത്തിന് മുമ്പാണ് എടുത്തതെന്ന്. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്? അല്ല, അതില് രണ്ട് കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് മീറ്റിംഗ് എടുത്ത തീരുമാനമാണല്ലോ ഈ ഉരുപ്പിടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അത് വീണ്ടും സ്വർണം പൂശാനോ പൊതിയാനോ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അവർ എടുത്തൊരു തീരുമാനം. ആ തീരുമാനം ശരിയാണോ? ശരിയല്ല. കാരണം ഒരു പൊതു സ്ഥാപനം, ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ ഒരു ഇതൊരു മരാമത്ത് പണിയാണല്ലോ. മരാമത്ത് പണി വരുമ്പോൾ പാലിക്കാൻ കുറെ നിബന്ധനകളുണ്ട്. അത് PWD ബാധകമാണ്, മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ബാധകമാണ്, ദേവസ്വം ബോർഡിന് നിയമമുണ്ട്. ഇപ്പൊ ശബരിമലയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ അതിന് ചില നിബന്ധനകൾ ഉണ്ടല്ലോ. അപ്പൊ ടെൻഡർ വിളിച്ച് അതിൽ ഏറ്റവും ലാഭകരമായ ടെൻഡറിന് ആണല്ലോ ആ കോൺട്രാക്ടർക്കാരനെ ഏൽപ്പിക്കുക. അപ്പൊ അതുപോലെ ഇതൊരു സ്വർണ്ണ ഉരുപ്പിടിയാണ്. ഒരു ജ്വല്ലറിക്കാരെ അടുത്തൊന്നും ടെൻഡർ വിളിച്ച് ദേവസ്വത്തിന് ലാഭകരമായ ടെൻഡർ ഏത് ജ്വല്ലറി വ്യവസായി അല്ലെങ്കിൽ ജ്വല്ലറി ഇൻഡസ്ട്രി നടത്തുന്ന ആൾ തരുന്നോ? ഇപ്പൊ എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ പോയിട്ട് ഒരു സർക്കാർ കോൺട്രാക്ട് വിളിക്കാൻ പോയാൽ എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്റെ എക്സ്പീരിയൻസ് ചോദിക്കും. എനിക്ക് ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് പോലും ഇല്ല സർക്കാർ കോൺട്രാക്ട് വർക്കിൽ. അപ്പൊ അതിന് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഒക്കെ ഉണ്ട്. ചില ഇത്ര കോടി രൂപയുടെ മേലുള്ള വർക്ക് A ക്ലാസ്സിനെ കൊടുക്കുള്ളൂ. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടല്ലേ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന ആളുകളെ ഇപ്പൊ ഭീമയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ഏതെങ്കിലും കമ്പനിയോ ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ അതിന് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ട് സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല, ഇവിടുന്ന് ചെയ്യണം, ഇങ്ങനെയൊക്കെ അല്ല ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും പാലിക്കാതെ ഏതോ ഒരാളുടെ എടുത്തു കൊടുക്കുമ്പോ എന്തായി? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയില്ലേ? അതായത് വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനമാണല്ലോ, ഇത് നോക്കി നടത്താൻ ബാധ്യസ്ഥരായ ആൾക്കാർ ഇത് എടുത്തിട്ട് കാര്യസ്ഥത കാണിച്ചാൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയി. പിന്നെയോ ഇത് എടുത്തു കൊടുത്തു തിരിച്ചു കൊണ്ടുവരുമ്പോൾ തൂക്കത്തിൽ കമ്മി 42 ചില്ലുവാനം കിലോ പോയത് തിരിച്ചു വരുമ്പോൾ 38 ചില്ലുവാനം കിലോ. അപ്പൊ എന്തായി? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആയല്ലോ. അതായത് ദുർവ്യയമായി കെടുകാര്യസ്ഥതയായി, മനഃപൂർവ്വമുള്ള എന്താ പറയാ കെടുകാര്യസ്ഥതയായി, മനഃപൂർവ്വമുള്ള ദുർവ്യയമായി. ഇതിനൊന്നും ഇനിയിപ്പോ വേറെ തെളിവൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ അവിടെ രേഖയുണ്ടല്ലോ. അവിടെ അവർ എഴുതി ചേർത്തിട്ടുണ്ട്. എടുത്തു കൊണ്ടുപോകുമ്പോൾ ഇത്ര കിലോ, തിരിച്ചു വരുമ്പോൾ ഇത്ര കിലോ. കൊടുത്തത് ഉണ്ണികൃഷ്ണന്. ആ ഉണ്ണികൃഷ്ണന് നോ എക്സ്പീരിയൻസ് ഇൻ ജ്വല്ലറി ബിസിനസ്. അപ്പൊ ഇതൊക്കെ തന്നെ പോരെ 2 വകുപ്പ് നിൽക്കാൻ. പിന്നെ ഉണ്ണികൃഷ്ണനും ഇവരും തമ്മിലുള്ള ബന്ധം അപ്പൊ പറഞ്ഞ പോലെ ഗൂഢാലോചനയും വന്നു. ഇത് 3നും കുറ്റപത്രം കൊടുക്കാൻ ഇനി ഇപ്പൊ പറഞ്ഞ പോലെ എന്താ പറയാ ഫോറൻസിക് തെളിവുകളും മറ്റൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ അപ്പൊ അതാ പറയുന്നത്. നമ്മള് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒപ്പിന്റെ കാര്യം, മറ്റേ കാര്യം, ഇതൊക്കെ ഇപ്പൊ ഇവര് നിഷേധിക്കാത്ത കാര്യമാണ്. ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്, മിനിറ്റ്സ് ബുക്കിൽ എഴുതിയതാണ്. അപ്പൊ അതൊക്കെ അവർ സമ്മതിച്ചതാണ്, അതൊക്കെ രേഖയുള്ളതാണ്. ആ ബുക്ക് എന്താ മിനിറ്റ്സ് ബുക്ക് സീസ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ ആരെങ്കിലും ഒപ്പിടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പ്രാഥമികമായ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് നിയമത്തിലെ, വലിയ കാര്യങ്ങളല്ല. അപ്പൊ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുക. അപ്പോ എന്നിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജ്, എനിക്ക് ആ ജഡ്ജിനോട് എന്താ വിഷമം തോന്നുന്നു. കാരണം എത്ര പ്രാവശ്യമാണ് ആ ജഡ്ജ് ബഹളം വെക്കേണ്ടത്? എത്ര പ്രാവശ്യമാണ് ഇവരെ ശാസിക്കേണ്ടത്? അയാളെ എന്താ പ്രതിയാക്കാത്തത്? ഇയാളെ എന്താ പ്രതിയാക്കാത്തത്? അയാളെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ എന്താ മറ്റേ വഴിക്ക് പോവാത്തത്? ഈ വഴി കാര്യങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾ എന്താണ് കുറ്റപത്രം ഫയൽ ചെയ്യാത്തത്? ഇതൊക്കെ ഓരോ ദിവസവും ജഡ്ജി ചോദിച്ചോണ്ടിരിക്കണോ? കാരണം ഇതൊക്കെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ ഇന്നും ഈ പണി തുടങ്ങിയവരല്ലല്ലോ. 25 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് 25-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇത് വളരെ അൺബിക്കമിങ് ആണ്. ഇറ്റ് ഈസ് വെരി അൺബിക്കമിങ്. ഇത് ഇങ്ങനത്തെ ഒരു കേസിൽ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന ഒരു ധാർഷ്ട്യം എവിടെയോ ഉണ്ട്. ആ ധാർഷ്ട്യക്കാര്, ഞാൻ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ എന്താ പറയുക ഒരു പരിധിക്കപ്പുറം വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അവർ വലിയ സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഇപ്പൊ പ്രശാന്തിനെ സത്യത്തിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം, പ്രശാന്തിനെ പ്രതിയാക്കണം.
കാരണം പ്രശാന്ത് വീണ്ടും ഈ ഉരുപ്പടികൾ എടുത്ത് ഇതേ ഉണ്ണികൃഷ്ണന് കൊടുത്തു. എന്താ കാരണം പറഞ്ഞത്? പറഞ്ഞ കാരണം പരിഹാസ്യമായ കാരണമാണ്. വാറണ്ടി ഉണ്ണികൃഷ്ണന്റെ പേരിലാണ്. അതെങ്ങനെയാണ് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് എങ്ങനെയാ ഉണ്ണികൃഷ്ണന്റെ പേരിൽ വാറണ്ടി ആവുക? ഉണ്ടെങ്കിൽ തന്നെ ആ വാറണ്ടി അക്സെപ്റ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണോ? ഇത് ഇവിടുത്തെ സ്വത്താണ്, നിങ്ങൾക്ക് നന്നാക്കി തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് അവരോട് പറയണ്ടേ? അപ്പൊ ഈ മനുഷ്യനെ സ്വകാര്യമായി വിളിച്ച് വാറണ്ടി അല്ല, ഗ്യാരണ്ടിയാണ്. ഉണ്ണികൃഷ്ണൻ ഒരു ഗ്യാരണ്ടി കൊടുക്കുമല്ലോ, മറ്റുള്ളവർക്ക് പത്മകുമാറിന്റെ ടീമിനും ആ ഗ്യാരണ്ടി പ്രകാരം കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രശാന്തിനും കൃത്യമായിട്ട് കിട്ടുന്നുള്ള ഉറപ്പ് കൃത്യമായി പ്രശാന്ത് പ്രതിയാവണം. പ്രശാന്ത് മാത്രമല്ല, അത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണെങ്കിൽ അതിൽ ഒപ്പിട്ട് എല്ലാവരും പ്രതിയാവണം. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. കാരണം അതും ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, അതും കോസിങ് എന്താ പറയാ ലോസ് ആണ്. ശബരിമല മറ്റേ സ്വത്തിന്, അയ്യപ്പന്റെ സ്വത്തിന് നഷ്ടം സംഭവിപ്പിക്കുകയാണ്, കോസിംഗ് ലോസ് ആണ്. അതായത് വേറൊരാൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വന്നു. കാരണം ഇവര് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എന്താ അതിന് മറ്റേ എന്താ പറയാ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇത് മൂന്നാമത്തെ കേസ് എടുക്കണം. ഈ സത്യത്തിൽ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ സത്യത്തിൽ നാണക്കേടാണ്. ഇത് വളരെ വിഷമകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഓക്കെ.